മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാജിക് അഫക്റ്റഡുമാണ്. താങ്കളുടെ ലൈഫിൽ ഇപ്പം ഇല്ലാത്ത നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. എലിസബത്തിനെ കുറിച്ചുള്ള കൺസേൺ അവർക്കുണ്ടെങ്കിൽ അത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് അവർ വിചാരിക്കുന്നത് പോലും എലിസബത്തിന് തടസ്സമാണ്. പേരൻസിന്റെ തോട്ട് അത് കുട്ടികൾക്ക് പ്രശ്നമാവില്ലേ? ഉറപ്പായിട്ടും. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എഞ്ചിനീയറും ആസ്ട്രോളജറും ടാരറ്റ് കാർഡ് റീഡറുമായ ശില്പ നായരാണുള്ളത്. ശില്പ, നമസ്കാരം. ടാരറ്റ് കാർഡിന്റെ പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു എനർജിയെ കാർഡിലൊന്ന് അറിയാൻ പറ്റുമോ? നോക്കാലോ. ഇപ്പോഴത്തെ എനർജി, കറണ്ട് എനർജി. ഓക്കെ, നമുക്ക് കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. എലിസബത്തിന്റെ കറണ്ട് എനർജി. ഞാൻ ഒരു കാർഡാണ് എടുത്തു പറയുന്നത്. സോ ഈ ഒരു എനർജിയിൽ എലിസബത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ. ഒരു ലീഡർഷിപ്പ് വരുന്നുണ്ട്. ഒരു ഉള്ളിൽ നിന്ന് യു ഫീൽ മോട്ടിവേറ്റഡ്. കാര്യങ്ങൾ പലതായിട്ട് ചെയ്തു തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട്. എന്നാൽ അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാജിക് അഫക്റ്റഡുമാണ് എന്ന് പറയുമ്പോൾ എലിസബത്തിന്റെ ആ ഫുൾ പൊട്ടൻഷ്യൽ, ആ ഫുൾ സ്കില്ല് പുറത്തെടുത്തിട്ടില്ല. എടുക്കാൻ ബ്ലോക്കേജസ് ഉണ്ട്. നല്ല രീതിയിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് വന്ന ബ്ലോക്ക് അത് ഇന്റേണലി എലിസബത്തിന്റെ എനർജിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനർജികളും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതിനെ പറ്റിയുള്ള സൂചനകളും കിട്ടും. ഉണ്ട്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ താങ്കളുടെ ലൈഫിൽ ഇപ്പം ഇല്ലാത്ത നേരത്തെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് അങ്ങനെ ഒരു എനർജി. അതായത് നമ്മൾ കൂടോത്രമെന്നോ അല്ലെ അങ്ങനെ അതിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നല്ല വിചാരിക്കേണ്ടത്. ബ്ലാക്ക് മാജിക് എപ്പോഴും വരിക നമ്മളുടെ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്. സോളിന്റെ ഒരു നാച്ചുറൽ എനർജി ഫ്ലോ ഉണ്ട്. ആ നാച്ചുറൽ എനർജി ഫ്ലോയ്ക്ക് ഒരു തടസ്സം നിൽക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം. അത് എന്തെങ്കിലും തരത്തിലുള്ള തോട്ട്സ് വേറൊരാള് നമ്മളിലേക്ക് വിടുന്നത് പോലും ആകാം, ആ ഫ്രീക്വൻസിയും ആകാം. നമുക്കൊരു ഇന്നർ ബ്ലോക്കേജ് ഉണ്ടാക്കുകയാണ്. അതായത് കുറച്ചും കൂടി സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ നന്നാവരുത് എന്ന് വിചാരിക്കുന്ന ഒരാൾ. അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആവണം പലപ്പോഴും ഒരു മോശമായ തോട്ട് മാത്രമാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ എലിസബത്ത് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് എലിസബത്ത് ഒരാളോട് ഷെയർ ചെയ്യുന്നു. എലിസബത്തിനെ കുറിച്ചുള്ള കൺസേൺ അവർക്കുണ്ടെങ്കിൽ അത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് അവർ വിചാരിക്കുന്നത് പോലും എലിസബത്തിന് തടസ്സമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പേരൻസിന്റെ തോട്ട് അത് കുട്ടികൾക്ക് പ്രശ്നമാവില്ലേ? ഉറപ്പായിട്ടും. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ആ പാരന്റിങ് എത്രത്തോളം പഠിച്ചിട്ടാണ് ഇന്ന് പലരും പാരന്റ്സ് ആവുന്നതല്ലേ, അതിന്റെ ഒക്കെ കുട്ടികളിൽ ട്രോമയായിട്ട് കാണുന്നുമുണ്ട്. അപ്പോ ചിന്തകളും ഒരു വിധത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. ചിന്തകളാണ് എല്ലാം തോട്ട്സ് ആണ്. മനസ്സിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. മനസ്സിൽ നിന്ന് വരുന്നത് എന്താണ്? ചിന്തകളാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അവയവമായിട്ട് എലിസബത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ച്വലി പറഞ്ഞാൽ നമ്മളുടെ ബോഡിക്കും നമ്മുടെ ഓറയ്ക്കും അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് മനസ്സ്. നമ്മുടെ ഈച്ച് ആൻഡ് എവറി ടിഷ്യൂ സെൽസിൽ ഉള്ളതാണ് മനസ്സ്. അപ്പൊ നമ്മൾ ആകെ മൊത്തത്തിലുള്ള ഒരു തുക എന്ന് പറയാം. അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, കോൺഷ്യസ് മൈൻഡില്. അപ്പൊ അതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ഉള്ള ഏരിയ ആണ് അല്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ കോൺഷ്യസ്ലി വിചാരിച്ചാൽ അത് ചെയ്യുന്നു. പക്ഷെ എന്നിലേക്ക് എന്ത് ചിന്ത വരണം എന്നുള്ളത് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതാണ്. എന്റെ കൺട്രോളിലുള്ള കാര്യമല്ല അത്. പക്ഷെ ആ ചിന്തയെ എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യണം, അതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് കോൺഷ്യസ്ലി എനിക്ക് ചിന്തിക്കണം. അപ്പൊ ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജികളെ പറ്റിയും അല്ലെങ്കിൽ ആഭിചാര ക്രിയകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയും ടാരറ്റ് കാർഡിൽ സൂചനകൾ കിട്ടും, പറയാൻ പറ്റും.